പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ്, അവസാനത്തെ ബുധനാഴ്ച. എല്ലാ മാസവും അവസാനത്തെ ബുധനാഴ്ച നഹ്സുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഉസ്താദെ? സഫർ ഒടുവിലത്തെ ബുധനാഴ്ചയല്ലേ, വലിയ നഹ്സുള്ള ദിവസമാണെന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുള്ളതാണോ? ഇനി ഉള്ളതാണെങ്കിൽ അന്ന് ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്, ചെയ്യാൻ പാടില്ലാത്തത്? വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. അതോടൊപ്പം തന്നെ നഹ്സുള്ള ദിവസങ്ങളിലെല്ലാം എന്നല്ല, എല്ലാ ദിവസവും എല്ലാ വിധത്തിലുള്ള പ്രയാസ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ കിട്ടാൻ, പ്രത്യേകിച്ച് സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ്. ഇനി പറയുന്ന 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിച്ചാൽ നമുക്ക് എല്ലാവിധ നഹ്സിൻ്റെ ഉപദ്രവത്തെ തൊട്ടും ആപത്തുകളെ തൊട്ടുള്ള കാവൽ അല്ലാഹു തആല തരുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഓതേണ്ടത്, എന്തൊക്കെയാണ് ചൊല്ലേണ്ടത്, ഒടുവിലത്തെ ബുധനാഴ്ച സഫർ മാസത്തിൻ്റെ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. അല്ലാഹു തആല എല്ലാ ഷർറുബല മുസീബത്തുകളെ തൊട്ടും റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലുള്ള എല്ലാ വിഷമ പ്രയാസങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി ഖൈറും ബറക്കത്തും ഇരുലോകത്തും അല്ലാഹു തആല നമുക്ക് നൽകുമാറാവട്ടെ. നമ്മളിൽ നിന്നും മരണപ്പെട്ടുപോയ എല്ലാവർക്കും അല്ലാഹു തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുത്ത് റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി വരാൻ കിടക്കുന്ന, അറിയില്ല എത്രമാത്രം രോഗങ്ങൾ വരുമെന്ന്, എത്ര ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഇനി നമുക്ക് വരാനുണ്ട് എന്ന് നമുക്കറിയില്ല. അള്ളാഹുവിൻ്റെ ഖലായാണ് അതൊക്കെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരാനുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു തആല മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ സഫർ മാസത്തിലാണ്. സഫർ മാസം അവസാനിക്കാൻ ഏതാനും ദിനങ്ങൾ കൂടി മാത്രമാണുള്ളത്. വിശുദ്ധമായ റബീഉൽ അവ്വൽ ഇൻഷാ അല്ലാഹ് നമ്മളിലേക്ക് ആഗതമാവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. പരിശുദ്ധമായ സഫർ മാസം എന്നല്ല, എല്ലാ അറബി മാസവും ഒടുവിലത്തെ ബുധനാഴ്ച അത് നഹ്സുള്ള ദിവസമാണെന്ന് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ വകയായി പറഞ്ഞതല്ല. ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഉലമാക്കൾ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. എന്താണ്? എല്ലാ അറബി മാസത്തിലെയും ഒടുവിലത്തെ അവസാനത്തെ ബുധനാഴ്ച നഹ്സുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നും അല്ല അതിൻ്റെ അർത്ഥം. കുറച്ച് ബറക്കത്ത് കുറവുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന ഒരു ശ്രദ്ധ നമ്മളിൽ ഉണ്ടാവാൻ മഹത്തുക്കൾ പറഞ്ഞു തന്ന ഒരു ദിവസമാണ് എല്ലാ അറബി മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച. അവസാനത്തെ ബുധനാഴ്ച മാത്രമല്ല, എല്ലാ മാസവും ചില ദിവസങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ നബിതങ്ങൾ തന്നെ പലപ്പോഴും ചില ദിവസങ്ങൾ നബി യാത്ര പോവാൻ തിരഞ്ഞെടുക്കാറില്ല. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച ദിവസം യാത്ര പോവാൻ തിരഞ്ഞെടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബുധനാഴ്ച നല്ല കാര്യങ്ങൾ തുടങ്ങാൻ തിരഞ്ഞെടുക്കാറുണ്ട്. ചൊവ്വാഴ്ച അങ്ങനെ യാത്ര പോവാറില്ല. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത ദിവസമാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചില സ്ഥലങ്ങളിൽ ഇവിടെ വന്നാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകും. അതായത് നബി തങ്ങൾ പറയും, ഇവിടെ നമുക്ക് കൂടുതൽ നിൽക്കണ്ട, ഇവിടെ അല്ലാഹു തആല മുൻകാലത്തുണ്ടായിരുന്ന ആളുകൾക്ക് ശിക്ഷ ഇറക്കിയ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വേഗത്തിൽ പോവാം. അപ്പം ചില സമയങ്ങൾ, ചില ദിവസങ്ങൾ, ചില സ്ഥലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നു. എല്ലാ ഖൈറും എല്ലാ ഷർറും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന്, അത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്. അങ്ങനെ തന്നെയാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ചില കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച വരികയാണ്. അടുത്ത ബുധനാഴ്ചയൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധമായ റബീഉൽ അവ്വലിലായിരിക്കും. അള്ളാഹു തആല നമുക്ക് റാഹത്തായി റബീഉൽ അവ്വൽ എല്ലാ രൂപത്തിലും ഉപയോഗപ്പെടുത്താനുള്ള തൗഫീക്ക് റബ്ബ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇമാം ഷാലിയാത്തി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, എല്ലാ മാസവും ഒടുവിലത്തെ ബുധനാഴ്ച മുൻകാല സമുദായത്തെ അല്ലാഹു തആല നശിപ്പിക്കാൻ തിരഞ്ഞെടുത്ത ചില ദിവസങ്ങളായിരുന്നു എന്ന്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഖമർ
19-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഖമറിലെ 19-ാമത്തെ ആയത്തുണ്ട്. ആ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ആദ് സമുദായത്തെ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല വലിയൊരു കാറ്റിനെ അയച്ചിട്ടുണ്ട്. ആ കാറ്റ് വന്ന് വീശിയത് ഏത് ദിവസമാണ്? ഒരു സഫർ മാസത്തിലെ ഒരു ഒടുവിലത്തെ ബുധനാഴ്ച ദിവസമാണെന്നാണ്. അതായത് ഒരു നഹ്സുള്ള ദിവസമായിരുന്നു എന്നാണ് ഖുർആനിലുള്ളത്. അതിൻ്റെ തഫ്സീറുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അത് നഹ്സുള്ള ദിവസമാണ്, അതായത് അധികം ബറക്കത്തില്ലാത്ത ദിവസമാണ്. അവിടെ മഹത്തുക്കളായ ചില ഉലമാക്കൾ ചർച്ച ചെയ്യുന്നുണ്ട്, അത് എല്ലാ മാസവും ഒടുവിലത്തെ ബുധനാഴ്ച ഉണ്ടല്ലോ, അതിൽപ്പെട്ട ഒരു ബുധനാഴ്ചയായിരുന്നു എന്ന് ചില മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. പല ആളുകളും പറയും, ഉസ്താദേ ഇതൊക്കെ ഇപ്പം ഈ കാലത്തല്ലേ, ഈ കാലത്ത് ഇപ്പം നെഹ്സുണ്ടോ, ഈ കാലത്ത് ഇപ്പോൾ നെഹ്സുണ്ടോ അല്ലെങ്കിൽ ദുശകുനമുണ്ടോ, അതൊക്കെ നമ്മൾ വിശ്വസിക്കണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കുന്നില്ല എന്ന് മനസ്സിൽ കരുതുന്നവർക്ക് വിശ്വസിക്കേണ്ട. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ അല്ലേ, നമ്മുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് നമുക്ക് ചെയ്യാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അത് പരിശുദ്ധമായ ദീനിൽ അതിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ, ദീൻ എന്തെങ്കിലും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്ന് കൂടി പരിഗണിക്കേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. മൊത്തത്തിൽ പറഞ്ഞു വന്നത്, നഹ്സുണ്ടോ അല്ലെങ്കിൽ ദുശകനമുണ്ടോ, ശിക്ഷയുണ്ടോ, നന്മയുണ്ടോ, പ്രതിഫലമുണ്ടോ എന്നൊക്കെ ഇന്നത്തെ കാലത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മക്കൾ തന്നെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയതാണ് എന്ത് നഹ്സുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഹദീസിലുള്ളതാണ് നഹ്സുണ്ട് എന്ന്. നഹ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരല്പം ബറക്കത്ത് കുറവ്, ഒരു ഐശ്വര്യം കുറവ്, ഒന്ന് സൂക്ഷിച്ചാൽ നല്ലത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ പറയുകയാണ്, ഒരുപാട് ഇമാമുമാർ, ഇമാം ഷാലിയാത്തി, അതുപോലെ തന്നെ ഇമാം ബൈദാവി, ഇമാം സുയൂത്തി, ഇങ്ങനെ നിരവധി പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിലൊക്കെ ഈ നഹ്സുണ്ട്, പ്രത്യേകിച്ച് എല്ലാ അറബി മാസത്തിൻ്റെയും അവസാനത്തെ ബുധനാഴ്ച ഒന്ന് ശ്രദ്ധിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച അത് ഇൻഷാ അല്ലാഹ് നാളെയാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ഉസ്താദെ നാളെ സഫർ മാസത്തിൻ്റെ അവസാനത്തെ ബുധനാഴ്ചയാണല്ലേ, അപ്പോൾ നഹ്സാണല്ലേ, എന്ത് ചെയ്യും? നാളെയാണ് എൻ്റെ മകൻ ഗൾഫിലേക്ക് പോവാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, നാളെയാണ് ബുധനാഴ്ചയല്ലേ, നാളെയാണ് എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് എക്സാം ഉള്ളത്, സ്കൂളിൽ പരീക്ഷയുള്ളത്, അതുപോലെ തന്നെ നാളെയാണ് ഒരു പുതിയ വാഹനം വാങ്ങാൻ ഞാൻ വിചാരിച്ചത്, അഡ്വാൻസ് കൊടുത്തു നാളെ ചെല്ലാൻ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ നാളെ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതൊന്നും ചെയ്യാൻ പാടില്ല, അതൊക്കെ മാറ്റിവെക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ഇനി പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ പഠിച്ച മഹത്തുക്കൾ പറയുകയാണ്, 3,20,000 ആഫത്തുകൾ അല്ലാഹു തആല വാനലോകത്ത് നിന്നും ഭൂമിയിലേക്ക് ഇറക്കുന്നതാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നഹ്സിനെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആപത്തുകളെ ഇറക്കുന്ന ദിവസമാണെന്നാണ്. പല അഭിപ്രായങ്ങളുണ്ട്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും അല്ലാഹു തആല 1-ാം ആകാശത്തേക്ക് ഈ ആപത്ത് മുസീബാത്തുകൾ ഇറക്കുന്ന ദിവസമാണ് സഫർ മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ച. അതൊരു വ്യാഖ്യാനം. അതല്ല മറ്റൊരു വ്യാഖ്യാനം, ആകാശ ലോകത്തു നിന്നും ഭൂമിയിലേക്ക് ഈ പറയപ്പെടുന്ന 3,20,000 ആഫത്തുകൾ ഇറങ്ങുന്ന ദിവസമാണ് സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച. അതുകൊണ്ട് ഒരുപാട് മഹത്തുക്കളും സൂഫിയാക്കളൊക്കെ, നമ്മുടെ ഫുഖഹാക്കൾ അങ്ങനെ പറയുന്നതായി കാണുന്നില്ല, ഒരുപാട് സൂഫിയാക്കളൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട്. മഹാനായ ഇമാം ദൈറബി തൻ്റെ പ്രസിദ്ധമായ മുജറബാത്ത് എന്ന കിതാബിൽ, അതുപോലെ തന്നെ കശ്ഫ്, തംകീൻ പദവിയുള്ള ഒരുപാട് ആരിഫീങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ വർഷവും സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച 3,20,000 ആഫത്തുകൾ ഇറക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദിവസമായിരിക്കും. ആരെങ്കിലും അന്ന് സൂക്ഷിച്ചാൽ അവൻ ദുഃഖിക്കേണ്ടി വരില്ല. ഇത് ചില ആളുകൾ ഇനിയിപ്പോൾ ഇതെടുത്തിട്ട് മറ്റേ പ്രസംഗത്തിലൊക്കെ പറയാറുണ്ട്, ഒരു മൊലിയാർ വന്നിരിക്കുന്നു, ഏതൊരു പൊട്ട കിതാബൊക്കെ ആയിട്ട് വന്നിരിക്കുന്നു, നെഹ്സിറങ്ങുമെന്ന്, അതൊന്നും വിശ്വസിക്കല്ലേ മുഅ്മിനീങ്ങളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ പല ഉസ്താദുമാരും പല പണ്ഡിതന്മാരെന്ന് പറയുന്നവരൊക്കെ ഇതെടുത്ത് കട്ട് ചെയ്തിട്ട് ഇതിനെ റോസ്റ്റ് ആക്കാൻ സാധ്യതയുണ്ട്. എന്തുമാവട്ടെ, നമുക്കത് പ്രശ്നമില്ല. ഇത് ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല, മഹാനായ ഇമാം ദൈറബി റളിയല്ലാഹു തആല അൻഹു മുജറബാത്ത് എന്ന കിതാബിൽ പറഞ്ഞതാണ്. ഈ ദൈറബി റളിയല്ലാഹു തആല അൻഹുവിനെ ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് പറയും, ദൈറബി എന്ന് പറഞ്ഞാൽ മന്ത്രവാദി
മന്ത്രവാദിയാണ്, അയാളൊരു മന്ത്രവാദി, മുജറബാത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക തൽസമാത്തിൻ്റെ കിതാബാണ് എന്നൊക്കെ പറഞ്ഞ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിഷേധിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ നിഷേധിക്കേണ്ടവർക്ക് നിഷേധിക്കാം, അത് പോട്ടെ. പക്ഷേ ഇത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇതനുസരിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്ന പല ആളുകളും ഉണ്ടാകും. അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നു, വേറൊന്നും വേണ്ട. നമുക്ക് ചെയ്യാനുള്ളത് ഇപ്പോൾ മഹത്തുക്കളായ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്, എന്ത് നഹ്സ് ഉള്ളതാണ്. അതുപോലെ സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച നഹ്സുണ്ട്. അതുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. അന്ന് പ്രത്യേകമായിട്ട് നമുക്ക് എന്താ ചെയ്യാനുള്ളത്? വേറെ ഒന്നുമില്ല, ഒരു 5 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ മതി, ഒരു 5 കാര്യങ്ങൾ ചെയ്താൽ മതി. അത് നമ്മൾ സഫർ മാസത്തിലെ ഒടുവിലത്തെ ബുധനാഴ്ച മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കുക. ഒരു മനുഷ്യൻ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ദിവസം, ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്നത്തെ ദിവസം എത്ര പേര് സുബഹി നമസ്കാരം, ഇന്നത്തെ സുബഹി നമസ്കാരം എത്ര പേര് ഖളാ ആക്കാതെ നിസ്കരിച്ചിട്ടുണ്ട്? ഒരാൾ സുബഹി നമസ്കാരം ഖളാ ആക്കിയാൽ, അവൻ മനഃപൂർവ്വം ഖളാ ആക്കിയാൽ അന്നത്തെ ദിവസം അവനിക്ക് നഹ്സാൻ, അവൻ ചെയ്യുന്നതിൽ ബർക്കത്തുണ്ടാവില്ലെന്നാണ്. ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമല്ലേ? സുബഹി നമസ്കാരം ഖളാ ആക്കി നിസ്കരിച്ചില്ല, അവനിക്ക് അന്നത്തെ ദിവസം ഒരു ബർക്കത്ത് ഉണ്ടാവില്ല. കാരണം ബർക്കത്ത് ജീവിതത്തിൽ കൊണ്ടുവരുന്ന നിസ്കാരമാണ് സുബഹി നമസ്കാരം. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഒരു ദിവസം ഖുർആൻ തൊട്ടിട്ടേയില്ല, ഖുർആൻ ഓതിയിട്ടേയില്ല, അവനിക്ക് ബർക്കത്ത് ഉണ്ടാവില്ല. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുബഹി നമസ്കരിക്കാത്ത ഏത് ദിവസമാണെങ്കിലും അന്ന് നഹ്സാണെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്. സുബഹി നമസ്കാരം ഖളാ ആക്കാതെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ, അവനിക്ക് അന്നത്തെ ദിവസം നഹ്സില്ല, അവനിക്ക് അന്ന് ഖൈറിൻ്റെ ദിവസമാണെന്ന് പറഞ്ഞ ആളാണ് മഹാനായ ഇമാം ഗസാലി തങ്ങൾ. അപ്പോൾ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എന്ത് ചെയ്യുക? നല്ലവണ്ണം മനസ്സിൽ കരുതി നമസ്കാരം ഒന്നും ഖളാ ആക്കരുത്. പ്രത്യേകിച്ച് ഇന്നത്തെ നിസ്കാരവും നാളത്തെ നിസ്കാരം, ഇനിയുള്ള നമസ്കാരം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നമ്മുടെ നേതാവ്, അല്ലാഹുവേ എൻ്റെ ഉമ്മത്ത് നിസ്കാരം ഒരിക്കലും ഒഴിവാക്കരുത് എന്ന് ആഗ്രഹിച്ച നേതാവാണ്. ആ നേതാവിൻ്റെ ജന്മദിനം ആഗതമാവുകയാണ്. അതുകൊണ്ട് ആ നബിയെ സന്തോഷിപ്പിക്കാൻ കുറച്ച് മൗലൂദ് ഓതിയത് കൊണ്ട് മാത്രമാകുന്നില്ല, നബിതങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതായത് നിസ്കാരം കൃത്യമാക്കുക, സുന്നത്തായ നോമ്പ് പിടിക്കാൻ പറ്റുന്നവർ ചെയ്യുക, ദിക്ർ ഔറാദുകൾ പറയുക. ആ കാര്യങ്ങൾ നമുക്ക് ഈ സഫർ മാസത്തിന്റെ ഒടുവിലത്തെ ബുധനാഴ്ച കടന്നു വരുന്ന നാളെ വരികയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ നിസ്കാരങ്ങൾ കൃത്യമാക്കുക. അപ്പോൾ തന്നെ നമ്മുടെ നെഹ്സ് മാറും. അതായത് നിസ്കാരം കൃത്യമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫർള് നിസ്കാരങ്ങൾ അത് ഒരിക്കലും, ചിലപ്പോൾ സമയം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയും, ചിലപ്പോൾ ബാങ്ക് വിളിച്ച് ഉടൻ തന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനഃപൂർവ്വം നമ്മൾ ജീവിതത്തിൽ ഹറാമായ കാര്യത്തിൽപ്പെട്ടതാണ് മനഃപൂർവ്വം നിസ്കാരത്തിൻ്റെ സമയം പിന്തിപ്പിക്കുക. കുറച്ചുകൂടെ സമയമുണ്ടല്ലോ, ഖളാ ആവാനായിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ചങ്ങോട്ട് ആവട്ടെ, കഴിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയൊരു ഹറാമാണ്, തെറ്റാണെന്നാണ്. ഒരിക്കലും അങ്ങനെ നിസ്കാരത്തിൻ്റെ സമയമായി കൃത്യമായി നിസ്കരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം അതാണ് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് നാളത്തെ സുബഹി നമസ്കാരം ഒരു കാരണവശാലും നമ്മൾ മുടക്കാൻ പാടില്ല. സുബഹി നമസ്കാരം കൃത്യമാക്കുക. അതുപോലെ തന്നെ നാളെ ഇപ്പം സഫർ മാസത്തിന് അവസാനത്തെ ബുധനാഴ്ചയല്ലേ, നാളെയും ഇന്നും നമുക്ക് ഓതാം, നാളെയും ഓതാം, ഇനിയുള്ള എല്ലാ ദിവസവും നമ്മൾ ഓതുക. എന്ത്? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു തൗബയിലെ 51-ാമത്തെ ആയത്തുണ്ട്. ഏതാണ് ആയത്ത്? ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്ത് തൗബയുടെ 51-ാമത്തെ ആയത്ത്. ഈ ആയത്ത് മറന്നു പോവാതെ ഇന്ന് ഓതാൻ പറ്റുന്നവർ ഓതണേ, നാളെയും ഈ ഒരു ആയത്ത് ഓതണേ. സഫർ മാസത്തിൽ അവസാനത്തെ ബുധനാഴ്ച നഹ്സുള്ള ദിവസമാണ്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാകും, അതൊക്കെ മാറ്റിവെക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നാളെ കല്യാണം വെച്ചവരുണ്ടാവാം, നാളെ ഗൾഫിലേക്ക് പോകാനിരിക്കുന്നവരുണ്ടാവാം, നാളെ പുതിയൊരു കട തുടങ്ങാനിരിക്കുന്നവരുണ്ടാവാം, നാളെ പുതിയൊരു വാഹനം വാങ്ങാൻ ഇരിക്കുന്നവരുണ്ടാവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മുൻകൂട്ടി വെച്ചിട്ടുള്ള ആളുകൾ, അവർക്കറിയില്ല ഇത് നാളെ ഒടുവിലത്തെ ബുധനാഴ്ചയാണ് എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ളവരെ, അല്ലാത്തവരെ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് നാളെ സുബഹി നമസ്കാരം കൃത്യമാക്കി നിസ്കരിക്കണേ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു ആയത്ത് ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ പറയുക. നബിയേ, നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, അള്ളാഹു ഞങ്ങൾക്ക് രേഖപ്പെടുത്തിയതല്ലാതെ ഞങ്ങൾക്കൊന്നും ബാധിക്കൂല. അല്ലേ? അത് നഹ്സാവട്ടെ, എന്ത് പ്രയാസമാണെങ്കിലും അള്ളാഹു നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു പ്രയാസം നമുക്ക് വരികയുള്ളൂ.
ആ ഒരു വലിയൊരു തവക്കുൽ നമുക്ക് വേണം. രണ്ടാമതായി സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. നമ്മൾ ഓതുന്ന ആയത്താണ് സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത്. ഇൻഷാ അല്ലാഹ് ആ ആയത്ത് മറന്നു പോവാൻ പാടില്ല. ആ ആയത്തും അത് എല്ലാ ദിവസവും ഓതേണ്ടതാണ്. എല്ലാ ദിവസവും എല്ലാ നമസ്കാരത്തിന് ശേഷം ഓതിയാൽ വലിയ ഖൈർ. എത്രമാത്രം ഈ ആയത്ത് നമ്മൾ അധികരിപ്പിക്കുന്നു അത്രമാത്രം പ്രതിഫലം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നാളെ തന്നെ പറയുക. നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് പറയുക, അല്ലെങ്കിൽ ഇന്നേ പറഞ്ഞു വെക്കുക. ഇന്നത്തെ രാത്രി നമ്മൾ ഓതുക. എന്ത്? സൂറത്ത് തൗബയിലെ 51-ാമത്തെ ആയത്ത് അത് ഒരു വട്ടം ഓതുക. അതുപോലെ തന്നെ സൂറത്തു തൗബയിലെ അവസാനത്തെ 2 ആയത്ത് ഒരു വട്ടമെങ്കിലും ഓതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചില ദിക്റുകളുണ്ട്. ഏതാണത്? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. നമുക്കറിയാവുന്ന ഒരു ദിക്റാണ്. വലിയ പുണ്യമുള്ള ദിക്റാണ്. ഒരുപാട് നേട്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നുള്ള ഒഴിവ് കിട്ടാൻ, ഒഴിവായി പോവാൻ, ഒരുപാട് പ്രതിസന്ധികൾ, നമ്മൾ മല പോലെയുള്ള പ്രതിസന്ധികൾ മഞ്ഞുപോലെ ഉരുകിപ്പോവാൻ ഈ ഒരു ദിക്ർ ശ്രദ്ധിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിലുള്ള ഒരു ദിക്റാണത്. അതുപോലെ തന്നെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ഇത് നമ്മൾ ഓതാറുണ്ട് അല്ലേ? ഈ രണ്ടും നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ 2 ദിക്ർ മറന്നു പോവാതെ 3 വട്ടം വീതം ഓതിയാൽ വലിയ കാവലുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികളായ സഹോദരന്മാരുണ്ടെങ്കിൽ ഈ ദിക്ർ മറന്നു പോവണ്ട. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അപ്പോൾ ഈ 2 ദിക്റും മറന്നു പോവണ്ട. അതുപോലെ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്കറിയാലേ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് നമുക്കറിയാം. ഇനി എൻ്റെ ഉമ്മമാരെ പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്തു വെക്കുക. എന്തെന്നറിയോ? വിശുദ്ധമായ ഖുർആനിലെ ഒരു 7 ആയത്തുകളുണ്ട്. 7 ആയത്തുകൾ. ഈ 7 ആയത്തും ആ ആയത്തിലുള്ള ഒരു വാക്കാണ് സലാം എന്ന വാക്ക്. സലാം എന്ന് ഉള്ള ആ ആയത്തുകൾ, ചില ആയത്തുകളുടെ കഷ്ണങ്ങളാണ്, ചില ആയത്ത് പൂർണ്ണമായിട്ടുണ്ട്. ഈ 7 സലാമത്തിൻ്റെ 7 ആയത്തുകളുണ്ട്. സലാമത്തിൻ്റെ ഈ 7 ആയത്തുകൾ ഇൻഷാ അല്ലാഹ് എന്തായാലും എല്ലാ ദിവസവും നമുക്ക് ഓതാം. പ്രത്യേകിച്ച് നാളത്തെ ദിവസം നമ്മൾ ഓതിയിരിക്കുക. ഇന്നത്തെ രാത്രി ഓതാൻ പറ്റുന്നവർ ഇന്ന് ഓതുക, അതുപോലെ തന്നെ നാളെയും ഓതുക പ്രത്യേകം. അത് എല്ലാ ദിവസവും ഓതിയാൽ വലിയ ഖൈറാൻ. ഒരുപാട് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച എന്നല്ല, എല്ലാ സമയത്തും നമുക്ക് ഓതാൻ പറ്റിയ വലിയ കാവലിൻ്റെ സലാമത്ത് കിട്ടുന്ന, രക്ഷയുടെ 7 ആയത്തുകളുണ്ട്. ഒന്നാമത്തേത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം അല്ലേ? നമ്മൾ ഓതാറുണ്ട്, സൂറത്ത് യാസീനിലെ ആയത്താണ്. സലാമുൻ ഖൗലം മിർ റബ്ബിർ റഹീം. അതുപോലെ തന്നെ അടുത്തത് സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. ഏതാണ്? സലാമുൻ അലാ നൂഹിൻ ഫിൽ ആലമീൻ. മൂന്നാമത്തെ ആയത്ത് സലാമുൻ അലാ ഇബ്രാഹീം. സലാമുൻ അലാ ഇബ്രാഹീം. മൂന്നാമത്തെ. ഇനി നാലാമത്തേത് സലാമുൻ അലാ മൂസാ വഹാറൂൻ. സലാമുൻ അലാ മൂസാ വഹാറൂൻ. അതുപോലെ അഞ്ചാമത്തെ ആയത്ത് സലാമുൻ അലാ ഇല്യാസ്. സലാമുൻ അലാ ഇല്യാസ്. ഇനി ആറാമത്തെ ആയത്ത് സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. സലാമുൻ അലൈക്കും തിബ്തും ഫദ്ഖുലൂഹാ ഖാലിദീൻ. ഇനി അടുത്തത് ഏഴാമത്തെ ആയത്ത് മിൻ കുല്ലി അംറിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സൂറത്തുൽ ഖദർ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ആ സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് മിൻ കുല്ലി അംറിൻ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പോൾ സലാം എന്ന ആ ഒരു സലാം എന്ന ആ ഒരു വാചകം, ആ ഒരു വാക്ക് അടങ്ങിയിട്ടുള്ള വിശുദ്ധമായ ഖുർആനിലെ 7 ആയത്തുകളുണ്ട്. 7 ആയത്തുകളുടെ ചില കഷ്ണങ്ങൾ. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ എല്ലാ ദിവസവും നമുക്ക് ഓതാൻ പറ്റിയാൽ വലിയ ഖൈർ. ഇതെല്ലാം ഈ 7 ആയത്തുകൾ 3 വട്ടം വീതം ഓതിയാൽ വലിയ ഖൈറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊത്തത്തിലായി മനസ്സിലാക്കിയത്, മൊത്തത്തിലൊന്ന് ഓടിച്ച് പറഞ്ഞു തരാം. നഹ്സ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളതാണ്. എല്ലാ ദിവസവും നഹ്സ് ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ചില ദിവസങ്ങൾ നഹ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബറക്കത്ത് കുറവ്, ഒരു ഐശ്വര്യം കുറവ്.
ഈ ആദ് സമുദായമുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖമറിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്ന ആദ് സമുദായം അവരെ അല്ലാഹു തആല നശിപ്പിച്ചു, വലിയ കൊടുങ്കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത്. അല്ലാഹു തആലയോട് പറയുന്നുണ്ട് അത് നഹ്സുള്ള ഒരു ദിവസമായിരുന്നു എന്നാണ്. നഹ്സ് അതായത് ദുശ്ശകനമുള്ള ബറക്കത്ത് കുറവുള്ള ഒരു ദിവസമാണ്. പറഞ്ഞു വന്നത് ഇങ്ങനെ ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയതാണ് ചില സ്ഥലങ്ങൾ, ചില ദിവസങ്ങൾ അതൊക്കെ എന്താണ് ബറക്കത്ത് കുറവുണ്ട് എന്നുള്ളത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ നബി തങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് മഹത്തുക്കളായ ആളുകൾ അതങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് എല്ലാവിധത്തിലുള്ള ഖൈറും ഷർറും അതൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നാണ്, ആണല്ലോ ആണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്താണ് മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ നാളത്തെ ദിവസം സഫർ മാസത്തിൻ്റെ ഒടുവിലത്തെ ബുധനാഴ്ച, അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നും ചെയ്യാൻ പാടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം എന്നൊന്നുമല്ല പറഞ്ഞത്. നമുക്ക് ജോലിക്ക് പോവാം, മക്കൾക്ക് പഠിക്കാൻ പോവാം, നമുക്ക് സാധാരണ നല്ല ഭക്ഷണം ഉണ്ടാക്കാം, കഴിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ ചില കാര്യം ഇപ്പോൾ പറഞ്ഞ ഒരു ഏകദേശം 5-6 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഓതുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റിത്തരട്ടെ. എല്ലാ നഹ്സുകളെ തൊട്ടും, എല്ലാ നഹ്സിൻ്റെ എല്ലാവിധ ഷർറുകളെ തൊട്ടും അല്ലാഹു തആല നമുക്ക് സലാമത്ത് നൽകട്ടെ. പ്രത്യേകിച്ച് സലാമത്തിൻ്റെ രക്ഷയുടെ 7 ആയത്തുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതും ഓതാൻ അത് എല്ലാ ദിവസവും ഓതിയാൽ വലിയ ഖൈറാണ് കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കളോടൊക്കെ അത് പറഞ്ഞു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഖൈറും സലാമത്തും റാഹത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല ബറക്കത്ത് തരട്ടെ. എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ട് അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.